Good afternoon, miss. Good afternoon. No, ma'am. Prayer. Prayer. Hold my hand, Lord. Show me the way. Help me grateful every day. Give me direction on what to do. Lead the way, Lord. I trust in you. Okay. Thought of the day. Ma'am. Dream transform into thoughts and thoughts result in action. APJ Abdul Kalam. Good afternoon to all. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? Thank you, Miss. First, thank you very much. നല്ലതുപോലെ മിസ് തന്നതൊക്കെ വന്നു. ഓക്കെ. പഠിച്ചിട്ടുണ്ടായിരുന്നോ എല്ലാവരും? എല്ലാവരും പഠിച്ചിട്ടുണ്ട്, എല്ലാവരും എഴുതി. സ്കോർ വന്നല്ലോ, കണ്ടില്ലേ? സ്കോർ കണ്ടില്ല, മാർക്ക് കണ്ടില്ല. കണ്ടു മിസ്. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും? ഇല്ല കുഴപ്പമില്ല. നല്ല മാർക്കുണ്ട്. ഒരാൾ എനിക്ക് പേഴ്സണൽ അയച്ചിട്ടുണ്ടായിരുന്നു മാർക്ക് കീർത്തി മിസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ യൂണിറ്റ് 7 എവിടെ വരെ പറഞ്ഞെന്ന് അറിയാമോ? കമ്മ്യൂണിറ്റി പ്രയർ മാത്രമാണോ പറഞ്ഞത്? ഹെൽത്ത് ആൻഡ് ക്ലീനസ് പ്രോഗ്രാം പറഞ്ഞോ? പറഞ്ഞായിരുന്നോ? ഓർക്കുന്നില്ല. കമ്മ്യൂണിറ്റി പ്രയർ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുന്നത്തെ ക്ലാസ്സിലായിട്ട് പറഞ്ഞിരുന്നു. സെക്കൻഡ് നമുക്ക് നോക്കാം, ഹെൽത്ത് ആൻഡ് ക്ലീനസ് പ്രോഗ്രാംസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? Yes. Health and cleanliness program. The need for protection of environmental hygiene may be stressed. People may be conversant with principles of healthy and hygienic living. A small health corner in school may be formed where the students may be trained in the practice of personal cleanliness. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ എന്താണ് ഹൈജീനിക്കിന്റെ ഭാഗമായിട്ട് ക്ലീനിങ് പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ക്ലീനിങ് പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്തുന്നത്. ഹെൽത്ത് ആൻഡ് ക്ലീനിങ് പ്രോഗ്രാംസുകൾ അതായത് പരിസ്ഥിതി ശുചിത്വത്തോടൊപ്പം തന്നെ എന്താണ് പേഴ്സണൽ ക്ലീൻനെസ്സും കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. അതായത് നീഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ മേ ബി സ്ട്രെസ്ഡ്. എന്താണ്
പരിസ്ഥിതി സംരക്ഷണ ആവശ്യകത ഉറപ്പുള്ളതാണോ? ആവശ്യകതയുണ്ടോ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ? വേണം മിസ്സേ, അത്യാവശ്യം. Yes. People may be conversant with the principle of healthy and hygienic living. A small health corner in the school may be formed where the students may be trained in the practice of personal cleanliness. അപ്പോൾ നമ്മൾ സ്കൂളിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഹെൽത്ത് ആൻഡ് ഹൈജീനിക്കിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ ഒരു ഹെൽത്ത് കോർണർ കൊണ്ടുവരാം. അതായത് ഒരു പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്? വ്യക്തി ശുചിത്വത്തെ കുറിച്ച്, പരിസ്ഥിതി ശുചിത്വത്തെ കുറിച്ചിട്ടുള്ള ഒരു ഹെൽത്ത് കോർണേഴ്സ് നമ്മൾ സംഘടിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ട് എന്താണ്? പേഴ്സണൽ ക്ലീൻനെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ശീലങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരിശീലനങ്ങൾ കൊടുക്കുകയാണ് എന്ത് ഈ ഹെൽത്ത് കോർണറിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ചിൽഡ്രൻ മേ ബി എൻകറേജ് ടു ക്ലീൻ ദെയർ റൂംസ്, ഫർണിച്ചർ ആൻഡ് ബാത്റൂം ദംസെൽഫ്. കുട്ടികളെ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എൻകറേജ് ചെയ്യിപ്പിക്കണം ക്ലീൻ ചെയ്യാനായിട്ട്? അവരുടെ റൂംസ്, ഫർണിച്ചേഴ്സ്, ബാത്റൂംസ് ഒക്കെ കഴുകാനായിട്ട് അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് പേഴ്സണലി അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ്? എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മേ ബി കെപ്റ്റ് ഇൻ എ കൺവീനിയന്റ് പ്ലേസ് ആൻഡ് ഹെൽത്ത് ചാർട്ട് മേ ബി ഡിസ്പ്ലേഡ്. ക്ലാസ്സിൽ തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലെ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇഞ്ചുറി വന്നാലൊക്കെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. അതായത് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കും, കുട്ടികൾക്ക് അത് എടുക്കാൻ കഴിയുന്ന സ്ഥലത്തായിരിക്കണം ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്ഥാപിക്കേണ്ടത്. കൂടാതെ എന്താണ്? ഒരു ഹെൽത്ത് ചാർട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഹെൽത്ത് ചാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാം? ഗുഡ് ഹാബിറ്റ്സുകൾ വരാം അതിൽ അല്ലെ? ഹെൽത്ത് ഗുഡ് ഹാബിറ്റ്സ് പ്രാക്ടീസസിൽ എന്തൊക്കെയാണ്? വൈറ്റമിൻസ് ആയിട്ടുള്ള വിഭവങ്ങളുടെ പേരുകൾ കൊടുക്കാം. അല്ലെങ്കിൽ ഓരോ ഏജിൽ വരുന്ന കുട്ടികളുടെ വെയിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രാക്ടീസ് ആരോഗ്യപരമായിട്ട് വരുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ആ ഒരു ഹെൽത്ത് ചാർട്ടിൽ ഉൾപ്പെടുത്താം. നമ്മൾ സ്കൂളുകളിലൊക്കെ കണ്ടിട്ടില്ലേ പല ചാർട്ട്സുകൾ എന്ന്, പ്രത്യേകിച്ച് ആരോഗ്യപരമായി ബന്ധപ്പെട്ട് എന്താണ് ചാർട്ട്സുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ബോക്സസ് വെക്കുക. അതോടൊപ്പം തന്നെ എന്താണ്? ഹെൽത്ത് ചാർട്ട്സുകൾ ഡിസ്പ്ലേ ചെയ്യുക. The need for eating nutritious and clean food and for increasing healthy food habits may be well explained. പിന്നെ കുട്ടികളോട് നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്? എത്രത്തോളം ന്യൂട്രിയസ് ആയിട്ടുള്ള ഫുഡ്സ് ആണ് നമ്മൾ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ്, ന്യൂട്രിയസ് ഫുഡ് കഴിക്കുന്നതിന്റെ ഹെൽത്തി ആയിട്ടുള്ള അതിന്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് കഴിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു നല്ല ശീലങ്ങൾ, അതായത് പോഷകാഹാരങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവ കഴിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും കുട്ടികളോട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ എങ്ങനെയുള്ള ഒരു ഭക്ഷണമായിരിക്കണം? ഈറ്റിംഗ് ന്യൂട്രിയസ് ആൻഡ് ക്ലീൻ ഫുഡ്, പോഷകവുമായിരിക്കണം, അതുപോലെ തന്നെ വൃത്തിയുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും കുട്ടികളെ കഴിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുക. ഹെൽത്ത് ആൻഡ് ക്ലീനസ് പ്രോഗ്രാംസിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഴ്സണൽ ക്ലീനിങ്ങിനോടൊപ്പം തന്നെ എന്താണ്? പരിസ്ഥിതി ശുചിത്വം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ്? സ്കൂളില് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സസുകൾ ഒരു ഹെൽത്ത് കോർണർ സംഘടിപ്പിക്കുക. ഹെൽത്ത് കോർണർ എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? പേഴ്സണൽ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട പ്രാക്ടീസസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കോർണേഴ്സ് സംഘടിപ്പിക്കുക. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സും അതോടൊപ്പം തന്നെ എന്താണ്? ഒരു ചാർട്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ടും ഡിസ്പ്ലേ ചെയ്തിരിക്കുക. കൂടാതെ എന്താണ്? ന്യൂട്രിയസ് ആയിട്ടുള്ള ഫുഡ്സ്, ക്ലീൻ ഫുഡ്സ് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഹെൽത്ത് ആൻഡ് ക്ലീനസ് പ്രോഗ്രാംസിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലായോ? സെക്കൻഡ്, അടുത്ത പ്രോഗ്രാം ആണ് എന്താ? സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം. SUPW, സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. SUPW is an integral part of the new school curriculum. ഇത് പാഠ്യപദ്ധതിയുടെ ഇന്റർഗ്രേറ്റ് ആയിട്ട് സംയോജിച്ചുകൊണ്ടുള്ള ഒരു പ്രധാന ഒരു പ്രക്രിയയാണ്, ഇതിലൊരു പ്രോസസ്സാണ് SUPW എന്ന് പറയുന്നത്. ഒരു ന്യൂ അപ്രോച്ച് ആണ്. അതായത് എന്താണ് SUPW കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് pupils will inculcate the values such as dignity of labor, cooperation and mutual help. അതായത് കുട്ടികളിൽ എന്ത് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് SUPW പ്രോഗ്രാംസ് നമ്മൾ കണ്ടെത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി കൂടുതൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ
ഡിഗ്നിറ്റി ഓഫ് ലേബർ, അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു സഹകരണ മനോഭാവവും അതുപോലെ തന്നെ എന്താണ് മ്യൂച്വൽ ഹെൽപ്പ് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് SUPW പോലത്തെ അല്ലെങ്കിൽ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ നമ്മുടെ സ്കൂളുകളിൽ കണ്ടെത്തുന്നത്. അതിലൂടെ കുട്ടികളുടെ എന്തൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? ടു ഡെവലപ്പ് ലൈഫ് സ്കിൽ, കുട്ടികളിലൂടെ നമുക്ക് ലൈഫ് സ്കില്ലുകൾ, കുട്ടികളുടെ ലൈഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതിലൂടെ? SUPW വർക്കിലൂടെ ലൈഫ് സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? പലതരം വാല്യൂസ്, പ്രധാനമായിട്ടും സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് നീഡ്സ് ഓഫ്, അതുപോലെ എന്താണ് കുട്ടികൾക്ക്, ഞാൻ പറയുന്നത് നോട്ട് ചെയ്തേട്ടോ. SUPW എവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോക്കൂ. help students understand the needs of the society, and develop positive thinking and action, help students understand the needs of society and develop positive thinking and actions. എന്താണ് SUPWയുടെ പർപ്പസ് എന്ന് പറയുന്നത്? എന്താണ്? കുട്ടികളെ എന്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു? സൊസൈറ്റിയിൽ എന്തൊക്കെ ആവശ്യകതകളുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വാല്യൂസ്, സൊസൈറ്റിയിൽ എന്തൊക്കെ വാല്യൂസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് SUPW മൂലം നമ്മൾ ചെയ്യുന്നത്. ഇത് ഏറ്റവും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി അറിയണമെന്നെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. സോഷ്യൽ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കിനെ പറ്റിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ചെറിയൊരു കാര്യമല്ല, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് SUPW എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക്, എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ട എന്താണ്? ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ വിൽ ഇൻകൾക്കേറ്റ് വാല്യൂസ് സച്ച്, അതായത് പ്രധാനമായിട്ട് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് SUPW വർക്ക്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഡിഗ്നിറ്റി ഓഫ് ലേബർ, കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഇവ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SUPW നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രോഗ്രാംസ് ആണ്. വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഉൾപ്പെടുത്തുന്ന കുറെ പ്രോഗ്രാംസുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് കമ്മ്യൂണിറ്റി പ്രയർ, സെക്കൻഡ് വൺ ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാം, തേർഡ് വൺ എന്താണ്? സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. SUP ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു നോക്കട്ടെ, ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഷൻ പഠിക്കുക. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, SUPW. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻ. അടുത്ത പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നതാണ് സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. The course of teaching subjects like social studies, language and science, the teacher should emphasize ideas regarding values such as unity of religion, national integration, scientific temperament, citizenship. നമ്മൾ പ്ലസ് സ്പെഷ്യൽ ക്ലാസ് റൂം കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? അത് ചില പീരിയഡ്സിൽ മാത്രമല്ല, ചില സബ്ജക്റ്റിന് മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റും അല്ലെ. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്? സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ് ആൻഡ് സയൻസ് അല്ലെ. ഇത്തരം വിഷയങ്ങളിലാണ് നമുക്ക് ചില ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്സുകൾ, പ്രത്യേക ക്ലാസ് റൂംസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ യൂണിറ്റി ഓഫ് റിലീജിയനെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷനെ കുറിച്ച് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർമെന്റ്, ഇതൊക്കെ ഏതൊക്കെ സബ്ജക്ട്സിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്? യൂണിറ്റി ഓഫ് റിലീജിയനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് ഏതിലായിരിക്കും? മോറൽ സയൻസ്. സോഷ്യൽ സ്റ്റഡീസ് വരുന്നത് യൂണിറ്റി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വാല്യൂ ആണ് അല്ലെ. യൂണിറ്റി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി ഓഫ് റിലീജിയൻ
മതസൗഹാർദ്ദം. മതസൗഹാർദ്ദങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അതൊരു വാല്യൂ ആണ് അല്ലെ. എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ്. ഇന്ത്യക്ക് ഒരു പ്രത്യേക മതം ഉണ്ടോ? ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇന്ത്യക്ക് ഒരു പ്രത്യേക മതമില്ല. എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഇന്ത്യ എന്ന മഹാരാജ്യം അല്ലെ. ഓക്കെ, യെസ്. അതേപോലെ തന്നെ എന്താണ് നാഷണൽ ഇന്റഗ്രേഷൻ? നാഷണൽ ഇന്റഗ്രേഷൻ എന്താണ്? ദേശീയോദ്ഗ്രഥനം എന്ന് പറയുന്നു അല്ലെ. ദേശീയോദ്ഗ്രഥനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നാഷണൽ ഇന്റഗ്രേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്യുക. നമ്മൾ പല സംസ്കാരങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള കോൺസെപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സംയോജിപ്പിക്കാറുണ്ട് അല്ലെ. ദേശീയ തലത്തിൽ പല സബ്ജക്ട്സുകളായിട്ട് പല കൾച്ചേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അത് പല രാജ്യങ്ങളുമായിട്ട് പല സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ എന്താണ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ ദേശീയോദ്ഗ്രഥനത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കുന്നത് സോഷ്യൽ സ്റ്റഡീസ് തുടങ്ങിയ സബ്ജക്ട്സുകളിലാണ്. സയന്റിഫിക് ടെമ്പർ ആൻഡ് സിറ്റിസൺഷിപ്പ്. എന്താണ് സയന്റിഫിക് ടെമ്പർ ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്? സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യത്തിനോടാണ് സയന്റിഫിക് ടെമ്പർ വരുന്നത്. എങ്ങനെയാണ്? അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും അല്ലെ. സൊസൈറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസിനോട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ. അതായത് നമ്മുടെ ഒരു മനോഭാവമാണ്, ഓരോ വിഷയങ്ങളോടുള്ള നമ്മുടെ മനോഭാവമാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ആൻഡ് സിറ്റിസൺഷിപ്പ്. എന്താണ് സിറ്റിസൺഷിപ്പ്? പൗരത്വം. യെസ്, ഇതൊക്കെ നമ്മൾ ഏത് ക്ലാസ് റൂമിലാണ് ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ ലാംഗ്വേജ് ആൻഡ് സയൻസ്, സോഷ്യൽ സ്റ്റഡി തുടങ്ങിയ സബ്ജക്ട്സുകളാണ് നമ്മൾ ഇതിന്റെയൊക്കെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നത് അല്ലെ. ഇപ്പോ നാഷണൽ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്താണ് നമ്മള് സിറ്റിസൺഷിപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് അല്ലെ, പൗരന്മാരുടെ പ്രാധാന്യം എന്താണ് ഒരു പൗരൻ എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കും കുട്ടികൾക്ക് അല്ലെ. അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമിലാണെങ്കിൽ സിറ്റിസൺസിന്റെ റൈറ്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെ, അവകാശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാംസ് കണ്ടിട്ടേ അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് റൂമുകൾ കൊടുക്കുന്നത്. സ്പെഷ്യൽ ക്ലാസ് സിറ്റുവേഷൻസ് തയ്യാറാക്കുന്നത്. ഇനി ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ എന്താണ്? സാഹിത്യം, കല തുടങ്ങിയ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സ്പെഷ്യൽ അവസരങ്ങൾ സ്പെഷ്യൽ ക്ലാസ് റൂംസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. കലാസാഹിത്യ വേദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ സയൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഘടിപ്പിക്കാറുണ്ട് നമ്മള്? ക്വിസ് അല്ലെങ്കിൽ എക്സിബിഷൻസ്, ഇതൊക്കെ എന്താണ് നമ്മൾ സയൻസ് വിഷയങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുക്കുന്ന പ്രത്യേക ക്ലാസ് റൂം സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? ഇത് ചെയ്യുന്നതിലൂടെ അവിടെ എന്താണ് വാല്യൂസ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, കുട്ടികളുടെ സ്കൂളില് സ്പെഷ്യൽ ക്ലാസ് റൂമുകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇത്തരത്തിലുള്ള വാല്യൂസിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഏതൊക്കെ വാല്യൂസ് ആണ്? യൂണിറ്റി ഓഫ് റിലീജിയൻ, നാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് സയന്റിഫിക് ടെമ്പർ ആൻഡ് സിറ്റിസൺഷിപ്പ്. ഇത്തരം വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളില് സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായത്? അടുത്ത പ്രോഗ്രാംസ് ആണ്. ഇത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അടുത്തത് വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള അടുത്ത ആക്ടിവിറ്റീസ് ആണ്, അടുത്ത പ്രോഗ്രാം ആണ് കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. എന്തായിരിക്കും കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉദ്ദേശിക്കുന്നത്? Pupils may be aided to develop artistic talents and skills. The under-mentioned occasions may be utilized for the purpose. നമ്മളെ കുട്ടികളുടെ ആർട്ടിസ്റ്റിക് സ്കില്ലും ടാലന്റും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് ക്ലാസ് റൂമുകളിലെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അല്ലെ. അതായത് നമ്മൾ സ്കൂളിൽ സംഘടിപ്പിച്ചാൽ മാത്രമാണ് കുട്ടികൾക്ക് ഏതിനാണ് താല്പര്യങ്ങളുള്ളത്, ഏതിലൊക്കെയാണ് കുട്ടികൾക്ക് ടേസ്റ്റ് ഉള്ളതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഏതൊക്കെ ഒക്കേഷൻസിലാണ് നമ്മുടെ കുട്ടികളുടെ ആർട്ടിസ്റ്റിക് ടാലന്റുകൾ അല്ലെങ്കിൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറീസ് ആൻഡ് സ്പോർട്സ് ഡേ എക്സെട്ര അല്ലെ. സ്കൂൾ ആനിവേഴ്സറീസും സ്പോർട്സ് ഡേയ്സും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്.
Organizing cultural festivals, art exhibition, musical performance, literary displays, etc. പിന്നെന്താണ് കൾച്ചറൽ ഫെസ്റ്റിവൽസ് സംഘടിപ്പിക്കാറുണ്ട്, ആർട്ട് എക്സിബിഷൻസ്, മ്യൂസിക്കൽ പെർഫോമൻസ്. അതില് ചിലപ്പോൾ മ്യൂസിക്കൽ പെർഫോമൻസ് ഇൻസ്ട്രുമെന്റ്സ് ബേസ്ഡ് മ്യൂസിക്കിലെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കുട്ടികളുണ്ടാവും, തബല, വയലിൻ, അതുപോലെ തന്നെ ഗിത്താർ, അതൊക്കെ വായിക്കുന്ന കുട്ടികളുണ്ടാവും. അതൊക്കെ എന്താണ്, അപ്പൊ അത് മ്യൂസിക്കൽ പെർഫോമൻസിന്റെ ഭാഗമായിട്ടും അതിൽ ആഡ് ചെയ്യാവുന്നത്. ലിറ്ററസി ഡിസ്പ്ലേസ് എക്സെട്ര. ലിറ്ററസി ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? ലിറ്ററസി ഡിസ്പ്ലേ ഒന്ന് വായിച്ചു നോക്കട്ടോ എനിക്ക്. ലിറ്ററസി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ലിറ്ററസി സാക്ഷരതയെ ഉയർത്തി കാണിക്കുന്ന തരത്തിലുള്ള ഗ്രാഫ് പ്രസന്റേഷനോ അതുമായി ബന്ധപ്പെട്ട എന്ത് നമുക്ക് ലിറ്ററസി ഡിസ്പ്ലേസിൽ ഉൾപ്പെടുത്താം. പിന്നെന്താണ്, ഇൻസ്പയർ സ്റ്റുഡൻറ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഹോബീസ്, ഗെയിംസ്, sport, dramas, folk dance, recreations, all mirroring ideas like the unit of our heritage, religious toleration and etc. എന്താണ് കുട്ടികളെ നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്തിനൊക്കെ വേണ്ടിയിട്ട്? അത് ഹോബി റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസിലോ അല്ലെങ്കിൽ സ്പോർട്സ്, ഡ്രാമ, ഫോക്ക് ഡാൻസ്, റിസിറ്റേഷൻസ്. റിസിറ്റേഷൻസ് എന്താണ്? റിസിറ്റേഷനോ പോയംസ് അല്ലെ, അത് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒന്നില്ലെങ്കിൽ ഹെറിറ്റേജസിനെ കുറിച്ചിട്ട്, നമ്മുടെ ഹെറിറ്റേജസിനെ കുറിച്ചിട്ടുള്ള പോയംസ് റെഡിയാക്കാം, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള, റിലീജിയസ് ആൻഡ് ടോളറേഷൻ. എന്താണ് റിലീജിയസ് ആൻഡ് ടോളറേഷൻ എന്ന് പറയുന്നത്? ഐക്യം, മതസഹിഷ്ണുത അല്ലെ, ഐക്യത്തെ കുറിച്ചും അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഹെറിറ്റേജ് എന്ന് പറയുന്നതാണ് ഐക്യം എന്ന് പറയുന്നത്. ദെൻ മതസഹിഷ്ണുതയെ കുറിച്ചിട്ടുള്ള കവിതകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കവിതകൾ കൂടി രചിക്കാനായിട്ട് കുട്ടികൾക്ക് അവസരം നൽകുക. ടോപ്പിക്സ് കൊടുത്തിട്ടാണ് നമുക്ക് അവർക്ക് എന്താ, ഏത് പോയോ ആണെങ്കിലും എഴുതുമ്പോഴും അല്ലെങ്കിൽ കഥ ആണെങ്കിലും ഒരു തീം കൊടുക്കും. പോയോ ആണെങ്കിലും അതുപോലെ തന്നെ. ഇപ്പൊ പോയത്തിൽ ഇവിടെ എന്താ ഉൾപ്പെടുത്താൻ പറയുന്നത്? റിലീജിയസ് ആയിട്ടുള്ള റിലീജിയസ് ടോളറേഷനെ കുറിച്ചിട്ടും അതേപോലെ യൂണിറ്റ് ഓഫ് ഹെറിറ്റേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവിതകൾ തയ്യാറാക്കാനാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ എന്ത് സാധ്യമാകുന്നു? നമുക്ക് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ. And operating inter as well as intra-school competition in different areas. എന്താണ് ഓപ്പറേറ്റിംഗ് ഇന്റർ ആസ് വെൽ ആസ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ ഇൻ ഡിഫറെന്റ് ഏരിയാസ്. അതായത് സ്കൂളിനകത്തുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ നമ്മള് സ്കൂളിനകത്തുള്ള കോമ്പറ്റീഷൻസ് അല്ലാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് പങ്കെടുക്കുന്നത്? അതിനാണ് നമ്മൾ കലോത്സവങ്ങൾ വരുന്നത് അല്ലെ. കലോത്സവങ്ങൾ വരില്ലേ, സ്റ്റേറ്റ് കോമ്പറ്റീഷൻ, ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മറ്റൊരു സ്കൂളുമായിട്ട് അവർ മത്സരിക്കുകയാണ്. ഓക്കെ, അവിടെ എന്താണ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത്? മറ്റുള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് ഇടപെടാനായിട്ട് കുട്ടികൾക്ക് ഒരു അവസരം കിട്ടാണ്. അതാണ് ഓപ്പറേറ്റിംഗ് ഇന്റർ ആസ് വെൽ ആസ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ ഇൻ ഡിഫറെന്റ് ഏരിയസ്. അപ്പൊ പല സ്കൂളുകളിൽ പോയിട്ട് പല കുട്ടികളുമായിട്ട് ഇടപെടുന്നു, പല സാഹചര്യങ്ങളോട് കുട്ടികൾക്ക് അവിടെ ഇടപെടാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? കൾച്ചറൽ ആൻഡ് റീക്രിയേഷൻ ആക്ടിവിറ്റീസ് എന്താണെന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്?
എന്നാൽ വിദ്യാർത്ഥികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും വികസിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. അതിലൂടെ എന്തും വളർത്താനായിട്ട് സാധിക്കും, മൂല്യങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെ ഉൾപ്പെടുത്താം? ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറി, സ്പോർട്സ് ഡേ സംഘടിപ്പിക്കുക, പിന്നെ എന്താണ് കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ആർട്ട് എക്സിബിഷൻസ്, പിന്നെ എന്താണ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഹോബീസ്, ഗെയിംസ്, സ്പോർട്സ്, ഡ്രാമ, സ്പോർട്, ഡാൻസ്, റെസിറ്റേഷൻ, ഓൾ മെറ്റേഴ്സ് ഐഡിയാസ് ലൈക്ക് യൂണിറ്റി ഓഫ് our heritage and religious toleration, etc. Then operate inter as well as intra-school competition in different areas. Yes. അടുത്ത പ്രോഗ്രാംസ് വരുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, പൗരത്വ പരിശീലന പരിപാടി. The pupils may be imparted adequate training in citizenship, other civic virtues. The following measures may be implemented. പൗരത്വത്തിന് വികസിപ്പിക്കില്ലേ, നല്ലൊരു പൗരനായിട്ട് മാറ്റാനാണ് എല്ലാ സ്കൂളുകളും പ്രയത്നിക്കുന്നത് അല്ലെ. നമ്മള് ഇൻഡിവിജ്വലി ഒരു പേഴ്സൺ ആണ്, അപ്പൊ ആ പേഴ്സൺ തന്നെയായിരിക്കണം എന്തായെന്ന് പറയുന്നത്, നല്ലൊരു സിറ്റിസൺ ആയിട്ട് മാറേണ്ടത് അല്ലെ, നല്ലൊരു പൗരൻ. അതായത് സാധാരണ പൗരനല്ല, എല്ലാം തികഞ്ഞ ഒരു പൗരനായിട്ട് മാറുക. അതുകൊണ്ട് തന്നെയാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നമ്മുടെ സ്കൂളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ആ ഒരു പൗരത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Yes, miss. Regularly organizing school assembly, hosting the national flag and signing the national anthem. പൗരത്വത്തിന് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, സ്കൂൾ അസംബ്ലി ഓർഗനൈസ് ചെയ്യുക അല്ലെ, സ്കൂളിൽ അസംബ്ലി റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്, ഹോസ്റ്റിംഗ് ദ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുക. ദെൻ നാഷണൽ ആന്തം, അതായത് സിറ്റുവേഷണൽ ബേസ് ആണ് നമ്മൾ അസംബ്ലിയിൽ നാഷണൽ ആന്തം അല്ലെങ്കിൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 15 ആണ് നമ്മളത് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറ് അല്ലെ. ഓഗസ്റ്റ് 15 അതുപോലെ റിപ്പബ്ലിക് ഡേക്ക് നമ്മളത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ റെഗുലർ ആയിട്ട് അസംബ്ലി കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്താണ്, ഓർഗനൈസിംഗ് മോക്ക് പാർലമെന്റ് ആൻഡ് ഡിബേറ്റ്സ് ഓൺ ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് പാർലമെന്റ്, അതായത് കുട്ടികളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുതാണ് ക്ലാസ് റൂമിൽ, സ്കൂളിൽ ഇപ്പൊ ഓരോ ക്ലബ്ബുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ക്ലബിന്റെ അടിസ്ഥാനത്തിലായിരിക്കുള്ളൂ ഇത്തരത്തിൽ ക്ലബ്ബുകൾ, എന്താ പറയാ, ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്. ഓരോ ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പാർലമെന്റ് രൂപീകരിക്കുമ്പോൾ ഏതായിരിക്കും അതിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത്? സോഷ്യൽ സയൻസ് ആയിരിക്കും അല്ലെ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെന്റ് ഒക്കെ പഠിക്കുന്നു. അപ്പൊ കുട്ടികളെ തന്നെ ഒരു ചെറിയൊരു പാർലമെന്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. ഇന്ന ആൾക്കാർ ഏതൊക്കെ പൊസിഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് എന്താണ്, പിന്നെ അവിടെ ഡിബേറ്റ് സംഘടിപ്പിക്കും. ഡിബേറ്റ് എന്താണ്? സംവാദങ്ങൾ അല്ലെ. ഡിബേറ്റ് സംഘടിപ്പിച്ചിട്ട് ഏത് വിഷയങ്ങളുമായും നമ്മുടെ നാഷണൽ ആൻഡ് ലോക്കൽ പ്രോബ്ലംസ്, ഏതെങ്കിലും നാഷണൽ പ്രോബ്ലമോ അല്ലെങ്കിൽ ലോക്കൽ പ്രോബ്ലംസ് എടുത്തുകൊണ്ട് ഒരു ചെറിയ അസംബ്ലി അല്ലെങ്കിൽ ചെറിയ പാർലമെന്റ്, അതായത് കുട്ടികളുടേതായ ഒരു പാർലമെന്റില് അത്തരത്തിലുള്ള ഡിബേറ്റ്സുകൾ സംഘടിപ്പിക്കുന്നു. അതിലൂടെ നമുക്ക് എന്ത് വളർത്താനായിട്ട് സാധിക്കും? നല്ലൊരു സിറ്റിസൺഷിപ്സിനെ അല്ലെങ്കിൽ നല്ലൊരു പൗരനെ വാർത്തുകൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഓർഗനൈസിംഗ് മോക്ക് പാർലമെന്റ് ആൻഡ് ഡിബേറ്റ്സ് ഓൺ ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസ്. അടുത്തത്, അറേഞ്ചിങ് ട്രിപ്പ് ടു പ്ലേസസ് ഓഫ് കൾച്ചറൽ, റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രിപ്സ് അറേഞ്ച് ചെയ്യുക അല്ലെ. എവിടേക്കാണ്? കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്, അതായത് സാംസ്കാരികവും മതപരവുമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസസിലേക്ക് നമ്മൾ ട്രിപ്സ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, സെലിബ്രേറ്റിംഗ് നാഷണൽ ഫെസ്റ്റിവൽസ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ, എക്സെട്ര. കൂടാതെ മറ്റ് ഫെസ്റ്റിവൽസുകൾ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആണ്? റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ, എക്സെട്ര. ഓക്കെ, the last one, establishing pre-friendship club and cooperative societies. Establishing pre-friendship, per friendship എന്നാണ് കിടക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില്. per friendship എന്ന് പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് വേണ്ടായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അതായത് എന്താണ്,
അവരുടെ സൗഹാർദ്ദം, ഒരു കോപ്പറേഷൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, കുട്ടികൾ തമ്മിൽ പരസ്പര സഹായങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ക്ലബാണ്. അവരുടെ ആക്ടിവിറ്റീസുകൾ മാത്രമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിൽ അത് സംഘടിപ്പിക്കാറ്. അതേപോലെ തന്നെ എന്താണ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളിൽ തന്നെ ചില സമ്പാദ്യശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നമ്മള്, അല്ലെ? ക്ലാസ്സിൽ തന്നെ സ്കൂളുകളിൽ തന്നെ ചെയ്യാറുണ്ട്. പൈസ രൂപീകരിക്കുക, അതായത് ഇപ്പൊ 5 രൂപ വെച്ചോ അല്ലെങ്കിൽ 10 രൂപ വെച്ചോ, ഇന്ന ദിവസം അത് ഒരാളായിരിക്കും അതിന്റെ ഹെഡ്, ക്ലാസ് ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ആയിരിക്കും അതിന്റെ ഹെഡ്. എന്നിട്ട് ആഴ്ചയിൽ ഇപ്പൊ ഒരു ദിവസം എല്ലാവരും ഒരു 10 രൂപ കൊണ്ടുവരാനായിട്ട്, അതായത് അവരുടെ പേരിൽ അത് നിക്ഷേപിക്കുകയാണ്. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഫണ്ട്. മനസ്സിലായോ? യെസ് മിസ് ഒന്ന് ഉറക്കെ പറയോ. അന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസം എല്ലാവർക്കും എന്തൊരു ശബ്ദമായിരുന്നു. പരീക്ഷയുടെ പല ദിവസം പരീക്ഷ തന്നു ശബ്ദമൊക്കെ അവിടെ പോയി. കേൾക്കണില്ല. അന്ന് ടീച്ചറെ ആ ഒരു ചോദ്യം പറയും, ഈ ഒരു ചാപ്റ്ററിൽ ഏത് വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞ എന്തൊരു ടെൻഷനാണ്. പരീക്ഷ എന്നൊക്കെ മനസ്സിലായാലോ ഒന്നുമില്ലാന്ന്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചു കിട്ടിയത്. ഓക്കെ. അപ്പൊ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ നമുക്ക് എന്തൊക്കെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും? റെഗുലർ ഓർഗനൈസിങ് അസംബ്ലി ഓർഗനൈസ് ചെയ്യാം. അതേപോലെ തന്നെ നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാം, നാഷണൽ ആന്തം ചൊല്ലാം, മോക്ക് പാർലമെന്റ് സംഘടിപ്പിക്കാം. മോക്ക് പാർലമെന്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? ഡിബേറ്റ്സുകൾ, ലോക്കൽ ആൻഡ് നാഷണൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ്സുകൾ സംഘടിപ്പിക്കുക. Arranging trip to place of cultural religious and historic places. Cultural importance ഉള്ള പ്ലേസിലേക്ക് കുട്ടികളെ കൊണ്ട് നമുക്ക് എന്ത് പോകാം? ടൂറുകൾ പോകാം, അല്ലെ? അല്ലെങ്കിൽ എക്സ്കർഷൻസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുവഴി എന്താണ് അവർക്ക് ആ കൾച്ചറൽ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി ഹിസ്റ്ററീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇപ്പൊ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസ്, ഇപ്പൊ നമ്മുടെ ഹിൽ പാലസ് എന്ന് പറഞ്ഞ പ്ലേസ് കണ്ടിട്ടുണ്ടാവില്ല? ഹിൽ പാലസ്, കോൺകറയിലുള്ള ഹിൽ പാലസ് കണ്ടിട്ടില്ല. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലുള്ളതല്ലോ. ഞാൻ പഠിച്ച BEd കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ പാലസ്. അപ്പൊ അങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതിന്റെ കാരണത്താലാണ് ഇവിടെ ഈ ഒരു കോട്ട ഉണ്ടാകുന്നത്, ഈ പാലസ് ഉണ്ടായത്. അപ്പൊ ആ ഒരു ചരിത്രം, അപ്പൊ അവിടെ അന്ന് ഉണ്ടായിരുന്ന ചരിത്ര പുരുഷന്മാരെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് കുട്ടികൾ എന്താണ് അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും, അവരുടെ കഥകളൊക്കെ പറയുന്ന സമയത്ത്. ഓക്കെ. അതേപോലെ അങ്ങനെ കൾച്ചറൽ പ്രാധാന്യമുള്ള ഏത് സ്ഥലത്തും കുട്ടികളെ നമുക്ക് എന്താണ് എക്സ്കർഷനെ കൊണ്ടുപോകാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. യെസ്, അതിലൂടെ നമുക്ക് സിറ്റിസൺഷിപ്പ് വളർത്താനായിട്ട് സാധിക്കും. പിന്നെ എല്ലാ ഫെസ്റ്റിവൽസിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. റിപ്പബ്ലിക്, ഇൻഡിപെൻഡൻസ് ഡേ, തുടങ്ങിയ പ്രധാനപ്പെട്ട ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. Then establishing pre-friendship club and a cooperative society. അപ്പൊ കുട്ടികൾക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ക്ലബ്സുകളും അതേപോലെ തന്നെ അവരുടെ ചെറിയൊരു സമ്പാദിക ശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സമ്പാദ്യശീലം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ക്ലാസ്സുകളിൽ തന്നെ നമുക്ക് രൂപീകരിക്കാവുന്നതാണ്. ഓക്കെ. യെസ്, അത് കഴിഞ്ഞു. അടുത്തത് ലാസ്റ്റ് വൺ, സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. Social service activities promote social belongingness, social cohesion, and social well-being. ഈ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് പ്രോഗ്രാം കൊണ്ട് നമുക്ക് എന്തൊക്കെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? സാമൂഹ്യമായിട്ടൊരു ഐക്യം ഉണ്ടാക്കാൻ പറ്റും, അല്ലെ? സോഷ്യൽ ബിലോങ്ങിനെസ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ എന്താണ് സോഷ്യൽ കൊഹഷൻ? സോഷ്യൽ കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ ക്ഷേമം. സോഷ്യൽ വെൽബീയിങ് എന്താണ്? സോഷ്യൽ വെൽബീയിങ് സമൂഹത്തില് എന്താണ് ഇങ്ങനെയുള്ള വെൽബീയിങ് ആയിരിക്കുന്നത് നമ്മള് ശാന്തത കൊണ്ടുവരാനാണോ? അതായത് വളരെ സാമൂഹികമായി ഐക്യത്തോടു കൂടിയും അല്ലെങ്കിൽ എന്താണ് ക്ഷേമത്തോടും കൂടിയുള്ള ഒരു തലമുറയായിരിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകേണ്ടത്. Following activities may be organized for the purpose of. അപ്പൊ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഫസ്റ്റ് വൺ, ഓർഗനൈസേഷൻ ഓഫ് ലിറ്ററസി ക്യാമ്പ്സ് ഇൻ റൂറൽ ഏരിയാസ്
slum areas. Rentation voluntary service during local festival, organizing camps for highlighting the importance of environmental hygiene, participating in minor creation works in outside the school life, laying out link roads, garden, whitewashing, etc. Then organizing public recognition campaigns, environmental pollution, AIDS, evils of dowry, etc. സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്? ഇന്ന് ക്യാമ്പ്സുകൾ ഓർഗനൈസ് ചെയ്യുക. എന്തിന്റെ ഇമ്പോർട്ടൻസ്? ഓർഗനൈസേഷൻ ലിറ്ററസി ക്യാമ്പ്സ് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് സ്ലം ഏരിയാസ്. അതായത് റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലും അതേപോലെ സ്ലം ഏരിയാസ് എന്താണ്? തെരുവുകൾ അല്ലെ? അതുമായി ബന്ധപ്പെട്ട ഒരു ലിറ്ററസി ക്യാമ്പ്സുകൾ ഓർഗനൈസ് ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് എന്ത് മനസ്സിലാവും? റൂറൽ ഏരിയാസിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നത് ആൾക്കാര്, അല്ലെങ്കിൽ സ്ലം ഏരിയാസ് തെരുവോരങ്ങളിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ആ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നതോടെ കുട്ടികൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഗ്രാമപ്രദേശങ്ങളും സ്ലംസും ഒക്കെ പറയുന്നത് എന്താണ്? ഏറ്റവും ഫെസിലിറ്റി കുറഞ്ഞ സ്ഥലങ്ങളാണ് അല്ലെ? ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതും അതേപോലെ തന്നെ എന്താണ്? ജീവിത സാഹചര്യങ്ങൾ മതിയായ രീതിയിൽ ഇല്ലാത്ത സാഹചര്യങ്ങളുള്ള സിറ്റുവേഷൻസ് ആണ് എവിടെയുള്ളത്? സ്ലംസിൽ തെരുവുകൾ ആൻഡ് റൂറൽ ഏരിയാസ് ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ക്യാമ്പ്സുകൾ ഓർഗനൈസ് ചെയ്യുക, ക്യാമ്പുകൾ. റെന്റേഷൻ വോളണ്ടറി സർവീസ് ഡ്യൂറിംഗ് ലോക്കൽ ഫെസ്റ്റിവൽസ്. എന്താ പറയുന്നത്? റെന്റേഷൻ എവിടെ ഫോണിൽ കാണുന്നില്ല. റെന്റേഷൻ വോളണ്ടറി സർവീസ് ഡ്യൂറിംഗ് ലോക്കൽ ഫെസ്റ്റിവൽസ്. ഇതൊക്കെയാണ് നമ്മുടെ ലോക്കൽ ഫെസ്റ്റിവൽസ് ഉണ്ട് അല്ലെ? അതായത് പലതരത്തിലുള്ള ഫെസ്റ്റിവൽ ഫംഗ്ഷൻസ് ഒക്കെ. അതായത് ഫെസ്റ്റിവൽസിൽ നമ്മൾ ആ ഒരു ചിലവർക്ക് കണ്ടിട്ടില്ലേ കുട്ടികൾ വോളണ്ടിയേഴ്സ് ആയിട്ട് വരുന്നത് ചില ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സമയത്ത്? ചിലവര് സ്വമേധയാ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഭാഗമായിട്ടായിരിക്കും അവർ വോളണ്ടിയർ വർക്കുകൾ ഏർപ്പെടുന്നത്. സ്കൂൾ തന്നെ എടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മള് ഇപ്പൊ ഫെസ്റ്റിവൽസ് സ്കൂളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ വന്നു നോക്കിയിട്ട് അവിടെ ഇപ്പൊ SPC എന്നൊക്കെ പറഞ്ഞ സ്കൂളിൽ കുറെ പ്രോഗ്രാംസിൽ വരുന്നുണ്ട് അല്ലെ? SPC അല്ലെങ്കിൽ NCC എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഇത്തരം പ്രോഗ്രാം വരുന്ന സമയത്ത് അവരുടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആൾക്കാരെയൊക്കെ ഓർഡറായിട്ട് ഇരിക്കുന്നത്, ഗസ്റ്റൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? ഈ വോളണ്ടിയർ സർവീസ് നടത്തുന്ന കുട്ടികളായിരിക്കും അല്ലെ? മൊത്തത്തിൽ അത് കൺട്രോളിംഗ് ആണ് അവര്. അപ്പൊ അവിടെ സോഷ്യൽ സർവീസ് ആണ് അവരവിടെ ചെയ്യുന്നത് അല്ലെ? ഒരു മൊത്തം ഫംഗ്ഷൻ മൊത്തം ക്രൂ മെമ്പേഴ്സിന് അവരെന്താണ് സേവനം കൊടുക്കുന്നത്? അതായത് അവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആൾക്കാർ ഒരു വരിയിലൂടെ കടത്തി വിടുന്നു, മറ്റൊരു വരിയിലൂടെ അവരെ കയറ്റി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഇതൊക്കെ എന്താണ്? കുട്ടികളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് വോളണ്ടിയേഴ്സ് ആയിട്ട്. ഓക്കെ, വോളണ്ടിയേഴ്സ് എന്നൊക്കെ പദം കേട്ടിട്ടില്ലേ നിങ്ങള്? വോളണ്ടറി സർവീസസ് കേട്ടിട്ടുണ്ട്. അടുത്തത് ഓർഗനൈസിംഗ് ക്യാമ്പ്സ് ഫോർ ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ. Organizing camps for highlighting importance of environmental hygiene. എന്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള ക്യാമ്പുകളാണ് സംഘടിപ്പിക്കേണ്ടത്? എൻവയോൺമെന്റൽ ഹൈജീൻ. പരിസ്ഥിതി ശുചിത്വത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കൊണ്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. പരിസ്ഥിതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് ക്യാമ്പ്സുകൾ സംഘടിപ്പിക്കുക. Participating in minor creation works in and outside the school like laying roads, garden, whitewashing, etc. നമ്മുടെ ഒറ്റ ക്രിയേഷൻ ആയിട്ടുള്ള വർക്ക്സുകൾ, അതായത് എന്താണ് സ്കൂളിനകത്ത് മാത്രം വരാതെ ഔട്ട്സൈഡ് ഓഫ് സ്കൂളിന്റെ പുറത്തും നമ്മൾ എന്താണ് കുട്ടികളെ കൊണ്ട് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള പദ്ധതികളാണ്, എങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് അതിൽ വരുന്നത്? ചെറിയ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെ? ചില ക്രിയേഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റോഡുകൾ നിർമ്മിക്കുന്നത്, റോഡ്സിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. അതിൽ നേതൃത്വം ഉണ്ടാകും, ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ അതിനായിട്ട് നേതൃത്വം വഹിക്കുന്ന ഒരാളുണ്ടായിരിക്കും. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഒറ്റയ്ക്കല്ല കുട്ടികൾ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ ഗാർഡൻസ് ഒക്കെ, ഗാർഡൻ ഉണ്ടെങ്കിൽ എന്താണ് പൂന്തോട്ടങ്ങളൊക്കെ വൃത്തിയാക്കുക, ഏതെങ്കിലും ചെടികളൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, അതൊക്കെ കുട്ടികൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ വൈറ്റ് വാഷിംഗ്
വൈറ്റ് വാഷിംഗ് എന്താണ് വെള്ളം പൂശല് അല്ലെ. ഇപ്പൊ സ്കൂളിന് പുറത്ത് ചിലപ്പോൾ വാള് അല്ലെങ്കിൽ ഗാർഡൻസിന്റെ അവിടെയൊക്കെ ചിലപ്പോൾ ചില രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ വേണ്ട രീതിയിൽ കളറിങ് കൊടുക്കുക, വൈറ്റ് വാഷ് ചെയ്യുക, അതൊക്കെ സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് വൺ, ഓർഗനൈസിംഗ് പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പയിൻസ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയ്ഡ്സ്, ഇവൾ ഓഫ് ഡവറി എക്സെട്ര. പിന്നെ എന്താണ് ഓർഗനൈസിംഗ് ക്യാമ്പ്സുകള് അല്ലെങ്കിൽ എന്താണ് പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പയിൻസ്. എന്താണ് പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പയിൻസ് എന്ന് പറയുന്നത്? അതായത് പൊതു അംഗീകാരം, അതായത് സമൂഹത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ. ഏതൊക്കെ ക്യാമ്പയിനാണ്? ഇപ്പൊ നമ്മൾ കൊറോണ വന്ന സമയത്ത് ബ്രേക്ക് ദ ചെയിൻ എന്നൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ബ്രേക്ക് ദ ചെയിൻ. അപ്പോഴത്തെ സൊസൈറ്റിയിൽ ആ ഒരു പ്രശ്നം അതായിരുന്നു. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തില് ക്യാമ്പയിനുകൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെ വിഷയങ്ങളാണ് പറയുന്നത്? ഒന്ന്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമ്പയിൻ സംഘടിപ്പിക്കാം. പിന്നെ എന്താണ് എയ്ഡ്സ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമ്പയിൻസ് സംഘടിപ്പിക്കാം. അതേപോലെ ഇവിൾസ് ഓഫ് ഡവറി. എന്താണ് ഇവിൾസ് ഓഫ് ഡവറി? സ്ത്രീധനത്തിന്റെ തിന്മകൾ അല്ലെ, സ്ത്രീധനത്തിന്റെ തിന്മകളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. അതൊക്കെ എന്താണ് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിന്റെ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇതില് ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഏതൊക്കെയാ പറയുന്നത്? ഒന്ന്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയ്ഡ്സ്, ഈവിൾസ് ഓഫ് ഡവറി എക്സെട്ര. ഓക്കെ, ഏതൊക്കെയാണെന്നുകൂടി നമുക്ക് നോക്കാം. സോഷ്യൽ സർവീസ് പ്രോഗ്രാംസുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമൂഹത്തിലൊരു ഐക്യം അല്ലെങ്കിൽ ഒരു ക്ഷേമം യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൊസൈറ്റിയിലെ തരത്തിലുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നത്. അതായത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, സൊസൈറ്റിയുടെ പുരോഗതിക്കും അതോടൊപ്പം എന്താണ് നല്ല ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഫസ്റ്റ് വൺ, ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഓർഗനൈസേഷൻ ലിറ്ററസി ക്യാമ്പ്സ്. നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കും? ഓർഗനൈസേഷൻ ഓഫ് ലിറ്ററസി ക്യാമ്പ്സ് ഇൻ റൂറൽ ഏരിയാസ്, സ്ലം ഏരിയാസ്. എന്താണ്? തെരുവുകളിലും ഗ്രാമപ്രദേശങ്ങളിലും ലിറ്ററസി ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഓക്കെ, യെസ്, തെരുവുകളിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ലിറ്ററസി ക്യാമ്പ്സുകൾ സംഘടിപ്പിക്കും. റെന്റേഷൻ ഓഫ് വോളണ്ടറി സർവീസ് ഡ്യൂറിംഗ് ലോക്കൽ ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് വോളണ്ടിയർ സർവീസസ് കൊടുക്കുന്നതും സോഷ്യൽ സർവീസസിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ എന്താണ് ഓർഗനൈസിംഗ് ക്യാമ്പ് ഫോർ ഹൈലൈറ്റിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ. പാരിസ്ഥിതിക ശുദ്ധത്തിന്റെ പ്രാധാന്യം വിളിച്ചുകൊണ്ട തരത്തിലുള്ള ക്യാമ്പ്സുകൾ സംഘടിപ്പിക്കാം. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ മൈനർ ക്രിയേഷൻ വർക്ക്സ് and outside the school like laying out link roads, gardens, whitewashing, etc. പിന്നെന്താണ്? അതായത് സ്കൂളിനകത്ത് പുറത്തുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡ് ലിങ്കിങ്, ലേ ഔട്ടിങ് ചെയ്യുന്നതിനാണ്, ഗാർഡൻസ് വൈറ്റ് വാഷ് ചെയ്യുന്നതിന്, ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതും ഒരു സോഷ്യൽ സർവീസസ് പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നതാണ്. Organizing public recognition campaigns, environmental pollution, AIDS, evils of dowry, etc. അതായത് ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കുക, പൊതു അംഗീകാരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കാം. പ്രധാനമായിട്ട് എൻവയോൺമെന്റൽ പൊല്യൂഷനുമായിട്ടും എയ്ഡ്സ് അല്ലെങ്കിൽ ഇവിൾസ് ഓഫ് ഡവറി അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ തിന്മകളുമായി ഉൾപ്പെടുന്ന തരത്തിലുള്ള വിഷയങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് എന്താണ് ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. Okay, these are the social service programs. Okay, നമ്മുടെ യൂണിറ്റ് 7 കഴിഞ്ഞു കേട്ടോ. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് സ്റ്റാൻഡിംഗ് എന്ന ഭാഗം കംപ്ലീറ്റഡ് ആയി. എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞില്ലേ? കൂടെ ഉണ്ടായിരുന്നു? ഇല്ല മിസ്സേ, മോണ്ടിസോറി ടേംസ് എടുത്തിട്ടില്ല. അതല്ല, പാർട്ട് 4 കംപ്ലീറ്റ് ചെയ്തില്ലേ? അതെല്ലാം കംപ്ലീറ്റ് ആയി. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ജിഷ മിസ് 2 ക്ലാസ് എടുത്ത് 2-3 ക്ലാസ് എടുക്കണം. വലിയ പിന്നെ മോണ്ടിസോറി ടേംസും എടുത്തിട്ടില്ല.
നിങ്ങൾക്ക് ടേം 2 എക്സാം വരും, പാർട്ട് 2 എക്സാംസ് വരുന്നുണ്ട്. പറഞ്ഞായിരുന്നോ? ടേം 1 അല്ലേ കഴിഞ്ഞോളൂ, ഇപ്പൊ ടേം 2 വരും ഇതേപോലെ തന്നെ. 28. അത് ആണ് 28 പാർട്ട് 4മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 3യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, അപ്പോ എനിക്ക് പഠിപ്പിക്കാനുള്ളതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് നമുക്ക് പ്രാക്ടിക്കൽസ് ആണ് വരുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ എക്സാം റിലേറ്റ് ചെയ്ത് പ്രാക്ടിക്കൽസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്നത്, ഇത് ഓൺലൈനിൽ കാണിക്കാൻ പറ്റുന്ന തരത്തിൽ കുറെ പ്രാക്ടിക്കൽസ് വർക്സിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഏതൊക്കെ പ്രാക്ടീസ് ആണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ പോർഷൻസ് എടുക്കാനുള്ളതൊക്കെ തീർന്നു, തിയറി പാർട്സുകൾ കഴിഞ്ഞു. പക്ഷെ പ്രാക്ടിക്കൽസിലും തിയറി ഉണ്ട്, അതായത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. തിയറി പാർട്സ് ഏതൊക്കെ പ്രാക്ടീസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ഇല്ലേ കയ്യിൽ നിങ്ങളുടെ? ഉണ്ട് മിസ്സേ. കൾച്ചറൽ ഏരിയാസ്, മാത്തമാറ്റിക്കൽ ഏരിയ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങള്? ഉണ്ടായിരുന്നോ? ഉണ്ട്. അതിൽ കുറച്ച് തിയറീസ് വരുന്നത് അതും പറഞ്ഞു തരും. അല്ലാത്ത പക്ഷം നമ്മൾ ആ പ്രാക്ടീസ് കാണിച്ചു തരും കേട്ടോ. ഇനി തുടർന്നുള്ള ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപർണ മിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു മിസ്സേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി കാണിച്ചു. കാണിച്ചു. ഏതാണ് കാണിച്ചത് അപർണ? മാത്തമാറ്റിക്കൽ. മാത്തമാറ്റിക്കൽ. വേറെ എക്സാം എഴുതിയപ്പോ എന്ത് തോന്നി? എക്സാം കണ്ടിട്ട് കുഴപ്പമില്ലായിരുന്നു മിസ്സേ, നന്നായി. മിസ് സഹായിച്ചത് കൊണ്ട് ഞങ്ങളെ രണ്ടാമത്തേനും ഒന്ന് സഹായിക്കണേ. രണ്ടാമത്തെ സഹായിക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നെയെന്ന്? നമ്മ പഠിച്ചു തന്നെ വരുള്ളൂ. പക്ഷെ നിങ്ങൾ പഠിക്കണം, അതാണ് തരുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കാം. മെയിൻ എക്സാം അങ്ങനെ തന്നെ ആയിരിക്കും മിസ്. മെയിൻ എക്സാം ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതിലത്തെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ 7ലെ യൂണിറ്റ് 7ലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ചിന്തിച്ച് എഴുതുന്ന തരത്തിലായിരിക്കും കേട്ടോ. ചില വർക്കുകൾ വരുമ്പോൾ, ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നന്നായിട്ട് വായിക്കാം. വായിച്ചെന്ന് മനസ്സിലാവും, ചില പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചോദ്യം വ്യക്തമായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം ഓപ്ഷൻസ് തിരഞ്ഞെടുക്കണം. ചില ഓപ്ഷൻ കാണുമ്പോൾ ഇതാണെന്നൊരു ആൻസർ തോന്നും, പക്ഷെ അതായിരിക്കില്ല. അങ്ങനെ രീതിയിൽ ചില ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മോക്ക് ടെസ്റ്റ് ഇടോ? എല്ലോ മോക്ക് ടെസ്റ്റ് ഇടോന്ന് ഈ ഇപ്പൊ തന്നെ ഇട്ടേക്കാം, ക്ലാസ് കഴിയുമ്പോഴാണ്. വേറെ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ വലിയൊരു ഭാഗം കഴിഞ്ഞെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെ? ഇല്ല, ഇനിയും ഉണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ട്. ഇനിയുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞായിരുന്നു. അല്ലേ? തുടക്കം ചെപ്പിയിലായിരുന്നു. ഓക്കെ, ഗീത ഇപ്പോഴത്തെ ക്ലാസ്സിൽ കയറാറില്ലല്ലേ? റെക്കോർഡഡ് ആയിരിക്കും കാണുന്നത്. ഇല്ല, സ്കൂളുണ്ട്. അപ്പൊ മാത്തമാറ്റിക്കൽ ഏരിയയുടെ തിയറി തന്നിരുന്നു നിങ്ങൾക്ക്? പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ മാത്രം. ഓക്കെ, തിയറീസ് കഴിഞ്ഞില്ല അത്. ഓക്കെ, ശരി. എന്നിട്ട് എന്ത് തോന്നി കണ്ടിട്ട്? മനസ്സിലായതൊക്കെ? അശ്വതി മിസ് ഇൻട്രൊഡക്ഷൻ തന്നു മിസ്സേ. ഓക്കെ, ശരി. അപ്പൊ തരുന്നേക്കൊക്കെ മോക്ക് ടെസ്റ്റ് ഇടാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. എളുപ്പമാണ്, എളുപ്പം എനിക്കുള്ളൂ, പാടായിട്ട് നമ്മൾ ഇടാറില്ല. യെസ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, തരുന്ന മോക്ക് ടെസ്റ്റ് അപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോയാൽ മതി. അത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കൂട്ടി വെക്കുന്ന സമയത്താണ് ഇതൊക്കെ പിന്നെ ഒരു പേടനായിട്ട് തോന്നുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ആദ്യം മുതലേ നോക്കേണ്ടി വന്നില്ലേ കുറെ മോക്ക് ടെസ്റ്റുകള് ഈ എക്സാം വന്നപ്പോ? നോക്കി മിസ്സേ. ഓക്കെ, വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മിസ് ആ ടേം എക്സാം ആൻസർ കീ ഇടുവോ? എക്സാമിന് ആൻസർ കീ ഇല്ലെന്ന് തോന്നുന്നു. എന്തേ? എവിടെ തെറ്റ് പറ്റിയെന്നൊന്നും നോക്കാൻ ഒരു രക്ഷയില്ല. അതിനു വേണ്ടി
അത് എനിക്കറിയില്ല കേട്ടോ, ഇതോന്നും അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. മിസ് ഒന്ന് ചോദിക്കും അവരോട്. നിങ്ങളുടെ കയ്യിൽ ആൻസർ ഇല്ലേ? എനിക്ക് നോക്കിക്കൂടെ? നിങ്ങളുടെ ആൻസേഴ്സ് വെച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലേ? ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് നോക്കാൻ പറ്റില്ലേ? മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ ഇടുമായിരിക്കും കേട്ടോ, അറിയില്ല എങ്ങനെയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ തിയറി ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. കുറെ ദിവസങ്ങൾ, കുറെ മാസങ്ങളായാലും ഇതുപോലെ ചാപ്റ്റേഴ്സ് വെച്ച് ഇങ്ങനെ പോണത്. എല്ലാം കഴിഞ്ഞു. എന്റെ ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കിയുള്ളവരുടെ ടീച്ചേഴ്സ് എടുത്തോളാം. എന്നാലും പേടിക്കണ്ട, അതൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ എടുത്ത് തീർത്തോളൂ. ഓക്കെ, യെസ്. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you, Miss. You miss. Yes. You miss. Thank you, miss. Thank you.